KSRTC ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ വിശദമായി പരിശോധിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതിദിന കണക്കുകൾ പരിശോധിച്ച് നഷ്ടം വരുത്തുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാനാണ് നീക്കം. അതേസമയം ഇനി കണക്കുകൾ പറയാൻ താനില്ലെന്നും ഉദ്യോഗസ്ഥർ എല്ലാം പറയുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇലക്ട്രിക് ബസ്സുകളുടെ പ്രതിദിന വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം. നിലവിലെ ലാഭം തുച്ഛമാണെന്ന അഭിപ്രായമാണ് മന്ത്രിക്ക്. ഈ സാഹചര്യത്തിൽ നഷ്ടത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ പിൻവലിക്കാനാണ് നീക്കം. റൂട്ടുകൾ പുനഃക്രമീകരിച്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭം വർദ്ധിപ്പിക്കാനാണ് ശ്രമം. നിലവിലെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. കുറഞ്ഞ നിരക്ക് 10 രൂപയായി നിലനിർത്തി കൂടിയ നിരക്ക് 15 ആക്കി ഉയർത്താനാണ് ആലോചന. അതിനിടെ ഈ ബസ്സിന്റെ കണക്കുകൾ ചോർന്നതിൽ മന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു. വിട്ടേക്ക് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിന് കാര്യമൊന്നുമില്ല. ഒരു തീരുമാനം, ഒരു പുതിയ തീരുമാനമില്ല. ഇല്ല, ഒരു തീരുമാനമില്ല. ഇല്ല, ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരറിയിക്കും. ഈ ബസിന്റെ 2 ആഴ്ചത്തെ കണക്കുകളാണ് മന്ത്രി പരിശോധിക്കുക. നിലവിൽ KSRTC മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഈ ബസിന്റെ വാർഷിക ലാഭം 2.88 കോടി രൂപയാണ്. പക്ഷേ പല റൂട്ടുകളിലും സർവീസ് നഷ്ടത്തിലാണെന്നും ആരോപണമുണ്ട്. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.